ഞങ്ങളിവിടെ അണിയിച്ചൊരുക്കുന്നു. ഏറെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ സംഘടനയ്ക്കുള്ളിലെ ഇന്ന് വരെ സ്റ്റേജിൽ കയറാത്ത പോലും ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ചെറിയ നാടകം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നാടകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. മരിച്ചവരുടെ ലോകത്ത് നിന്നും നമ്മുടെ എരിവേലി സന്ദർശിക്കാനെത്തുന്ന എരിവേലി നിവാസികളായിരുന്ന രണ്ട് പരേതാത്മാക്കളുടെ ഓർമ്മകളിലും കാഴ്ചകളിലുമായ വർഷങ്ങൾക്ക് മുമ്പുള്ള എരിവേലിയുടെ ഒരു ചിത്രം ഞങ്ങളിവിടെ വ്യക്തമാക്കുകയാണ്. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആരും ഇതിലെ കഥാപാത്രങ്ങളല്ലെന്നും തികച്ചും സ്വദേശപരവും പ്രേക്ഷകർക്ക് രസിക്കുന്നതുമായ ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിതെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണവും ശ്രദ്ധയും അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. പരലോകം. നടപടിയാവുന്ന കേസല്ല. ഞങ്ങൾ പോകുന്നതും വരുന്നതും ആരും അറിയില്ല. ഇത് പരലോകമാണ്, മരിച്ചവരുടെ സ്ഥലം. അല്ലാതെ നിങ്ങൾ ടൂറിന് വന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഇല്ല. തോന്നുമ്പോ വീട്ടിൽ പോയച്ചു വരാൻ. എന്നിട്ട് താൻ എന്നോട് കാണിച്ച മറ്റേ നിങ്ങളെ നിയമസഭയിൽ ഉപയോഗിക്കുന്ന അൺപാർലമെന്ററി വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ക്ലാസ്സിലെ ചായക്കടയില് ഒരു ഗുണ്ട പൊട്ടിച്ച് ക്ലാസ്സിലൊഴിച്ച് താറാവ് മുട്ടയുടെ തൊലി പൊടിച്ചോണ്ടിരിക്കുമ്പോഴാ സാറിന് പോത്തിന്റെ പുറത്ത് വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത്. അരി എത്തിയാലേ ഞങ്ങളൊന്ന് കൊണ്ടുപോലും. ഇവനെ ചെന്നൈയിലേക്ക് എടുത്തപ്പോ അവിടെ കൂടിയുന്നവരെ നോക്കി അവന്റെ ഭാര്യ ഒറ്റ കരച്ചില്ല. എനിക്കിനി ആരാണോ ആരാണോ. എന്നിട്ട് ആരെങ്കിലും വാക്ക് കൊടുത്തോ ഇനി ഞാനുണ്ടേ എന്ന്? ചിലരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു, ആരും പുറത്ത് പറഞ്ഞില്ലെന്ന് മാത്രം. അത് ഉടയതമ്പല എന്നോട് കാണിച്ചൊരു നെറികേട്. ഓ, അത് ഇനി ഉടയതമ്പലന്റെ പടലേക്ക് വെച്ചോ. പിന്നല്ലാതെ എടോ, താനൊക്കെ ജനിച്ചു വീഴുമ്പോൾ തൊട്ടേ തിന്നുന്നതും ശ്വസിക്കുന്നതും കുടിക്കുന്നതെല്ലാം വിഷം ചേർന്ന സാധനങ്ങളാണ്. അതിന് കിട്ടുന്ന സമ്മാനമായി ക്യാൻസർ. അല്ലാതെ ഉടയതമ്പലാന്റെ നെറികളൊന്നുമല്ല. എന്റെ ഭാര്യ ശാന്ത വന്നില്ല. അവള് ചത്ത് കാണില്ല. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചത്താത്തന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുള്ളതാ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അല്ലാതെ വേറെ ഒരാളിന്റെ മുഖത്ത് നോക്കത്തില്ല. എന്റെ വാക്കി നീ ഭാഗ്യവാനാണ്. ഭാഗ്യം ശരിക്കും വന്നത് കല്യാണത്തിന്റെ 3-ാം ദിവസം അവളുടെ കട്ടിലിന്റെ അടിയിൽ നിന്നല്ല ഒരുത്തിന് പിടിച്ചത്.
എന്റെ ശാന്ത അങ്ങനത്തോളല്ല. അല്ല 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 സാറേ ഇത് നാളെ വയലൻ്റാണല്ലോ. അവൻ ചത്ത് വന്നിട്ട് 6 മാസം കഴിഞ്ഞു. 6 മാസമായിട്ട് പരലോകത്ത് എന്ത് ചെയ്യാതെ കളിക്കുക. ഭാര്യ വരാതെ അകത്തോട്ട് പോലെന്ന് ഒറ്റ വാശി. ഇതെങ്ങാനും മേസ്തിരി അറിഞ്ഞ എന്റെ പണി തെറിക്കും. അതാണ് സാറേ കാലം സാറേ. അല്ല സാറേ 6 മാസത്തെ കാലയളവിനുള്ളിൽ ഈ കേസ് കെട്ടി എടുക്കേണ്ടതാണ്. ഉള്ളി തിരക്കിലാന്നേ. ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാര് പിള്ളേര് നാക്കിനടിയിൽ സാധനമായിട്ട് വരുന്നത്. അതെന്താ സാറേ നാക്കിന്റെ അടിയിൽ സാധനം? സ്റ്റാമ്പ് മരിക്കുമെന്ന്. അവന്മാര് ഇതിന്റെ റീറ്റെയിൽ സെയിലും കൂടെ ഇവിടെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ലഹരി കച്ചവടമോ? ഇമ്മാരെ ആസനത്തിന് നാക്കിനടിയിലൊക്കെ കൊണ്ടാല് പിടിക്കാൻ വലിയ പാടാണ്. നീ എന്റെ സാധ്യതകളോ അവരെ കൊന്നോളൂ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ഇല്ല, ഞാൻ ചത്തിട്ടില്ല. ഞാൻ ചത്ത എന്റെ ശാന്തയും കൂടെ തന്നെ അവളിവിടെ ഉണ്ടായിരുന്നേ. സാറേ കൈവിട്ട് പോയിട്ടോ? വേണ്ടാത്ത വെക്കുന്നത് സമ്മതിക്കൂലേ? വായിക്കട വാ. എന്നെ തൊട്ടുകൊണ്ട് ഭൂമിനെ തന്റെ വീട്ടിലേക്ക് നോക്ക്. വായിക്കട നോക്ക. എന്റെ വീട്. എന്റെ ശാന്ത. പക്ഷേ അവള് സീരിയൽ കാണുവാണല്ലോ. അവളുടെ മടിയിലാണ് കിടക്കുന്നത്. വണ്ണപ്പുറത്ത് കുട്ടൻ. അപ്പോ എന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് വന്ന ശാന്തിയോ? ശാന്തിയെ കെട്ടി ഇപ്പൊ 5 മാസം ഗർഭിണിയാണ്. ഇല്ല സാറേ, ഞാനിത് വിശ്വസിക്കില്ല. ഇത് ചെയ്ത വിഷ്വല. തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയല്ലേ സാറേ. എടോ, മരണം വെച്ച് കളിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. ശാന്തയുടെ കളി ഒരു മരണക്കളിയായി പോയി. തന്നെ ദഹിപ്പിച്ച രാത്രിയില് തന്റെ അസ്ഥി എന്നെ പട്ടി കടിച്ചോണ്ട് പോയി. അപ്പോ എന്റെ അസ്ഥിയാന്ന് പറഞ്ഞ് ആളുകളോട് ഒഴുക്കിയതോ? അത് ൂത്തിന് വെട്ടനോട് ചെന്ന് 4 എല്ലൊപ്പിക്കാനാണോ പാട്? കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും താറൊന്ന് അകത്തേക്ക് ചെല്ല്. ഇല്ല സാറേ, ശാന്തി ഇവിടെ വന്നിട്ട് രണ്ടിനെ കൊന്നിട്ടേ ഞാൻ അകത്തേക്ക് പോകുള്ളൂ. സത്യം, കാലിയാണ് സത്യം, സത്യം. എന്നെ കൊണ്ട് പെട്ടെന്ന് എന്റെ സാറ് അവൻ മുന്തി തന്നെ എനിക്ക് സഹായിക്കാം. എടോ, ബലപ്രയോഗം ഇവിടെ അനുവദനീയമല്ലടോ. അല്ല സാറേ, എനിക്കൊരു സംശയം. അവൻ എങ്ങനെയാ ചത്തത്? ഇതിന്റെ വീടിനടുത്ത് പിള്ളേര് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഇവന്റെ വീട്ടുമുറ്റത്ത് വന്ന് വീണു. ആ ദേഷ്യത്തിന് ആ മോടാലി മാടെടുത്ത് ഫുട്ബോളിന്റെ ഒരു വെട്ട് മോഡാലി വെച്ച് നിർഗന്ധലേക്ക്. ഇവന്റെ കാര്യത്തിന് ഇനി എന്ത് ചെയ്യും? ഇവന്റെ കാര്യത്തില് എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ സാറൊരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? പോയിട്ട് വരാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ അവന്റെ കാര്യം അത് ഞങ്ങൾ കാലം സാറിനെ അറിയിക്കും. സാറേ, കടുത്ത ദേവനങ്ങനെ പഠിത്തത് ക്യാമ്പനം കാശ്മീരിൽ ചെയ്യും. ഒറ്റ തെണ്ടികൾ അൺപാർലമെന്ററി ഇടല്ലേ സാറേ? നമുക്ക് കംപ്ലൈന്റ് ചെയ്യണം. എടോ, മരിച്ചവരുടെ ഓർമ്മസ് തനിക്ക് പോകാൻ അവസരം തരുന്നില്ലേ? എല്ലാ കർത്തമാരും തനിക്കും പോകാൻ അവസരം തരുന്നില്ലേ? വാവിനൊക്കെ വീട്ടിട്ട് പോട്ടെ, എന്നാ കാണിക്കാനാ? ഭാര്യ മക്കളും ബന്ധുമിത്രാതെ കൂടെ കള്ളും കണത്താ കുറിച്ചാ കഴിച്ച് അവരെ കൂടെ ആഘോഷിക്കും.
നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ആടാണെന്നും പറഞ്ഞ് ഒരു 4 മെഴുകുതിരി കൊണ്ടുവന്ന് നെഞ്ചത്ത് കുത്തി അങ്ങ് നിർത്തും. പിന്നെ കുപ്പി അങ്ങ് പൊട്ടിക്കും. ആ മെഴുകുരുകി വീട് നമ്മുടെ നെഞ്ചും കൂടെ കൊള്ളണ കാര്യം ആലോചിക്കുമ്പോ എന്റെ കർത്താവേ, ഒരു ആത്മാർത്ഥയില്ലാത്ത സാധനങ്ങൾ. പക്ഷേ നമ്മൾ ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് പോകുന്നത് നല്ലതാണ്. അത് ശരിയാണ്, ഒരു സർപ്രൈസ് ആണ്. ഹലോ എന്ന് വെച്ചാൽ അമേരിക്കയിൽ നമ്മുടെ ലീവിന് സർപ്രൈസ് കൊടുക്കാൻ സാറേ, ഞങ്ങളുടെ കാലത്ത് ഒരു തീരുമാനം എടുക്കുന്നേ. സാറ് ചുറ്റുതിരിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് ഇന്ന് പിടിപ്പത് പണിയാ സാറ്. കേരളത്തിന്റെ ഓരോ ജില്ലയിൽ നിന്നും 10 50 വെച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ലിസ്റ്റ് വായിക്കും. വെഞ്ഞാറമൂട്ടിൽ നിന്ന് 5 പേർ, ആ. അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മ, അനിയൻ, മാമൻ, മാമി. സ്വന്തം മോൻ തന്നെ കൊന്നതാ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ 4 പേരോട്ട് തട്ടിയിട്ടുണ്ട്. ഓ പിന്നെ ഒരു സ്കൂൾ പിള്ളേർ ചെന്ന് കൂടെ പഠിക്കുന്നവർക്ക് തട്ടിയിട്ടുണ്ട്. ഇത് കുറെ ഉണ്ടല്ലോ സാറേ, മൊത്തം വായിക്കണം. ഓ മതി മതി വേണ്ട വേണ്ട. എടോ ഞാനും കാലും പിന്നെ സാക്ഷാൽ കാലനും ഒന്ന് കരുതിയിരിക്കുന്നതല്ല. അതന്നെ സാറേ. എടോ സ്വന്തം തന്തേനെ തള്ളേനെ തട്ടിയിടല്ലേ ഇവിടെ വരുന്നത്. യുവമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സാക്ഷാൽ കാലനെ വരെ തട്ടും. അതോർക്ക് സാറ് പേടിക്കണ്ട. ഇവന്മാരൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലാതെ. എന്താ പോലീസ് പ്രൊട്ടക്ഷൻ, ജയില്, മൃഷ്ടാന ഭക്ഷണം, വിനോദ പരിപാടികൾ. യുവന്മാരോട് തിന്നുകൂടി ചർമാനിച്ച് ഒരു 19 വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുന്നുള്ളൂ. കേട്ടിട്ട് തല പിരിക്കുന്നുള്ളൂ. തല വരും സാറേ. പറഞ്ഞാൽ പറ്റും. ഇതിന് MDMA പുതിയ സാധനമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 8 വയസ്സുള്ള പയ്യനെ കൊണ്ടുവന്നില്ലേ? ഓ നമ്മുടെ പട്ടാമ്പരയുടെ കൂടെ ഞാൻ ചത്താണ്. അവനിത് വെച്ചപ്പോ സൂപ്പർമാനായിന്നാ പറഞ്ഞേ. ഓ, അപ്പൊ സൂപ്പർമാനെ പോലെ 10ാം നിലയിൽ ഇങ്ങനെ ചാടിയതാവും. Exactly. വെളിവ് പോവുമല്ലോ. എടോ ഇതൊക്കെ വെച്ച തലച്ചോറ് ഒരു കൊല്ലാനും ചാവാനും എല്ലാം തോന്നും. സാറേ, നിങ്ങൾ ഇങ്ങനെ അതൊന്നും പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഒരു തീരുമാനം എടുക്കുന്നേ. അതെന്നെ സാറേ. ഒന്നില്ലോ ഇരിക്കണമല്ലേ. എടോ താൻ ഇന്നത്തെ ലിസ്റ്റ് അനുസരിച്ച് പോയി കുരുക്ക് തയ്യാറാക്കാം. പിന്നെ പോത്തിനെ പൊളിപ്പിച്ച് റെഡിയാക്കി നിർത്തും. ചെല്ല്. ഓക്കെ സാറേ. ദൈവമേ, പരലോകത്ത് മയക്കുമരുന്ന്. സാറേ, ഇവനാ പോത്തിന്റെ നാക്കിനടിയിലങ്ങാൻ ഈ സ്റ്റാമ്പൊട്ടിക്കൂ. ഒരിക്കലും പോടോ. സാറേ, സന്തോഷം. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി, ഒറ്റ ദിവസം 24 മണിക്കൂർ അതിനുള്ളിൽ തിരിച്ചെത്തിക്കണം. 24 മണിക്കൂർ ഉറപ്പാണല്ലോ. അതെ, പക്ഷെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക്. എവിടെ? ഓ, നമ്മുടെ ശബരിമലയ്ക്കടുത്തുള്ള എരുമേലി. ഇതാ ഞങ്ങളുടെ നാടിന്റെ ഒരു കുഴപ്പം. സാറേ, എരുമേലി അല്ല, എരുവേലി. ഓ, ഏത് വേലിയിലും കയറി പോലെ. അതെന്നാ സാറേ, അവർക്ക് മാത്രം പറയുള്ളൂ. ഇതൊരു പോത്താന്റെ പണിയായി പോയിട്ടോ. അവര് ചെന്ന് കയറി കൊടുക്കട്ടോ. അതെന്നാ അങ്ങനെ ഒരു തോക്ക്? എടോ 25 വർഷം മുമ്പ് മരിച്ചവരാ ആ പോയ രാഘവനും മറിക്കും. അവര് പഴയ രാഘവനും മറിക്കും തന്നെയാണ്. പക്ഷെ എരിവേലി പഴയ എരിവേലി അല്ല. അങ്ങനെ കാലന്റെ അസിസ്റ്റന്റിന്റെ പിഴവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ചങ്ക് കൂട്ടുകാരായിരുന്ന രാഘവനും വർക്കിയും തങ്ങൾ ജീവിച്ചിരുന്ന നാട്ടിലേക്ക് ഒരു 24 മണിക്കൂർ സ്പെഷ്യൽ പരോളിന് യാത്ര തിരിച്ചു. ആ യാത്രയ്ക്ക് രാഘവന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കാലന്റെ അസിസ്റ്റന്റ് പറഞ്ഞ പോലെ രണ്ടും കൂടി ചെന്ന് കയറി കൊടുക്കട്ടെന്നുണ്ട്.
ആ പഴയ ആരോഗ്യം ഇല്ലല്ലോ. അല്ലടാ, പണ്ടൊക്കെ നമ്മൾ ഭൂമിയിലേക്ക് വിസിറ്റിങ്ങിന് വരുമ്പോ ഒരു കാക്കയെ കൂടി അനുവദിക്കാറുള്ളത്. ഇത് ഒഫീഷ്യൽ വിസിറ്റ് ഒന്നും അല്ലല്ലോ രാഘവ. പിന്നെ 10-22 വർഷമായിട്ട് നമ്മൾ ആണ്ടുമറവൊന്നും വരാറില്ലല്ലോ. എന്തിന്? എടാ, നമ്മുടെ ആണ്ട് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഭാര്യയും മക്കളും ബന്ധുമിത്രാളുകളും കള്ളും ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് അവർ ആഘോഷിക്കും. എടാ, ജീവിച്ചിരുന്നപ്പോ വായി ചുമച്ചൊരു ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി തരാത്തുള്ള ആ ആണ്ടിനോട് എന്റെ പട്ടി. അത് നേരാടാ. വർഷത്തിലൊരിക്കലാ അവര് നമ്മളെ ഒന്ന് ഓർക്കുന്നത്. അതും അവർക്ക് ആഘോഷിക്കാം, ഒരു വകുപ്പ്. എന്റെ ആദ്യത്തെ ആണ്ടില് വലിയ പ്രതീക്ഷയോടെ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നത്. എടാ, ഉരുളി കിടക്കണില്ല പന്നിയിറച്ചിയും പോത്തിറച്ചിയും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഓ, അത് കണ്ട എന്റെ കണ്ണ് നിറഞ്ഞു പോയടാ. എന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ ഒരു സ്നേഹം. ആ സ്നേഹം പുല്ല്. എടാ, ഇരിക്കാനുള്ള ഇലയില് 1/2 സ്പൂൺ പോത്തിറച്ചി, 1/2 സ്പൂൺ പന്നിയിറച്ചി, എന്നിട്ട് ചന്ദനം തൊള്ള ഒരു ഇച്ചിരി മീൻകറി, ആ ഇലയുടെ കുമ്പത്ത് ഒരു നിലവിളക്കും കത്തിച്ചു. അത് ഇങ്ങനെ പട്ടടയിലേക്ക് എടുത്തപ്പോ എന്റെ വയറും കുടലും കത്തിപ്പോണവര് കാണതല്ലേ. ഈ കുടലും വയറില്ലാത്ത അച്ഛൻ ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചു കാണും. ഇതെന്നാ തലവിളിത്തരാന്ന് ചോദിക്കാൻ ഞാൻ അകത്തേക്ക് ചെന്നപ്പോ കണ്ട കാഴ്ചയോ. അതെന്താ നീ കണ്ടേ? എന്റെ ഭാര്യയും മക്കളും കൂടി ഒരു ബിജോയ് ശ്രമിന്റെ പുള്ളു പൊട്ടിക്കിട്ട് വീശണട. അപ്പോ അത് നിന്റെ ഓർമ്മയ്ക്കാണ് എന്നും മുതൽ അവൾ കഴിവുന്നത്. എന്റെ ആദ്യത്തെ ആണ്ടിന് അവൾ 4 വീശുന്ന ഞാൻ പിന്നീട് അറിഞ്ഞത്. എന്റെ ഓർമ്മയ്ക്ക് അത് 4 വീശി അവൾ വീരായപ്പോ എന്റെ മക്കളോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. എടാ, ഇതിനേക്കാൾ ഊളവെള്ളമായ ചാരായം കഴിച്ചിട്ടാ നിന്റെ തള്ള ആ നായിന്റെ മോൻ എന്റെ പൂ പിടിച്ചു വന്നത്. അത് കേട്ടപ്പോ എന്റെ ചന്ത് തകർന്നു പോയടാ. എന്റെ രാഘവ, ഇതൊരു പാഠം. ജീവിച്ചിരിക്കുമ്പോ ഭാര്യയ്ക്കും മക്കൾക്കും സ്നേഹം കൊടുത്തില്ലേ, ചത്തു കഴിഞ്ഞാൽ അവര് കനിയൊന്ന് തീർക്കും. ഇതും കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച. എടാ, ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇല വെട്ടി വെച്ചിട്ട് അതിൽ പട്ടി വന്നു നക്കണടാ. അപ്പൊ അതുകൊണ്ട് മുഞ്ചിക്ക് പോയി. ഇതും കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന എന്റെ ഇളയെ നോക്കണില്ല. അച്ഛൻ വന്നോട്ടോ. ഇത്തവണ അച്ഛൻ വന്നേക്കുന്നത് പട്ടിയുടെ രൂപത്തിലാ. എന്നിട്ട് അതും പറഞ്ഞു അവൻ ആ പട്ടിയുടെ മുന്നിലേക്ക് ഒരു സാക്ഷാത് നമസ്കാരം നടത്തിയിട്ട് പറയാ, അച്ഛ അനുഗ്രഹിക്കണം. അപ്പോ അതിനുശേഷം ഇതിന്റെ നാട്ടിലേക്ക് വീട്ടിലോട്ടൊന്നും പോയിട്ടില്ലല്ലേ? ചത്തുപോയ അച്ഛന്റെ ആത്മാവ് പട്ടിയുടെ രൂപത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഭാര്യയുടെ മക്കളെ എന്തിനാടാ പോണത്? അതും നേരാണ്. ആദിരിക്കട്ടെ, നീ എന്തായി നാട്ടിലേക്ക് വരാത്തന്റെ കാര്യം? നമ്മുടെ ഓർമ്മയാണെന്നും പറഞ്ഞ് ഒരു 10 മെഴുകുതിരി കൊണ്ടുവന്ന് നെഞ്ചത്ത് കുത്തി അവൻ നിർത്തും. പിന്നെ പുറപ്പെട്ടു പോകും. ആ മെഴുകുരുകി വീണിട്ട് നെഞ്ചു പൊള്ളണ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ മുങ്ങാത്തത്. അപ്പ നമ്മള് തുല്യ ദുഃഖിതരാണ് കേട്ടോ. ശരിയാണ്. അല്ല, നിനക്കിപ്പോ എന്താ പെട്ടെന്ന് എല്ലാവരും കാണുമ്പോൾ തോന്നിയത്? അത് കാര്യമുണ്ട് വർക്കി. എന്താടാ നീ എന്തിനാടാ എന്നോട് മറച്ചു വെക്കുന്നത്? മറച്ചു വെച്ചതല്ല, പറയാ തിരികെ പോകും. അപ്പോ ഈ 10-22 വർഷത്തിന് ശേഷം എന്റെ ഈ പോക്ക് വെറുതെ അല്ല. വർക്കി, നിനക്ക് ഓർമ്മയുണ്ട് നമ്മളെ ജീവിച്ചിരുന്ന കാലം എന്ത് രസമാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ് നമുക്ക്. എന്നാ ഈ ഒഴിവ് സമയത്ത് നമുക്കൊന്ന് ആലോചിച്ചാണ്. നമ്മുടെ കുഞ്ഞുവറിതേടിന്റെ ചായക്കട, അതായത് നമ്മുടെ ആ സാമ്രാജ്യം. രാജാക്കന്മാരും മന്ത്രിയും പ്രജകളും കൂടായിരുന്നു എല്ലാം വാഴുന്ന ഒരു കൂടാരം. അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ പെരുന്നാളും വീട്ടിലെ ആഘോഷങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിച്ചിരുന്ന ആ ഒരു കാലം. എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആ കൂടാരത്തിൽ നിന്നാണ്. നമ്മുടെ കൊച്ചുമറിയേട്ടന്റെ ആ ചായക്കടയിൽ. അങ്ങനെ രാഘവേട്ടനും വർദ്ധിച്ചയനും അവരുടെ പഴയ കാലത്തിലേക്കൊന്ന് പോവുകയാണ്.
ജീവിച്ചിരുന്നവരും മരിച്ചവരും മരിക്കാൻ കിടക്കുന്നവരും മരിച്ചു ജീവിക്കുന്നവരും ഒക്കെ അവരുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതൊരു ദേശത്തിൻ്റെ ഓർമ്മകളാണ്, ഒരു നാടിൻ്റെ പിന്നിട്ട് പോയ കാലമാണ്. ആ കാലം ഒത്തുചേരുന്നതോ നമ്മുടെ കുഞ്ഞു വറീതേട്ടൻ്റെ ചായക്കടയിൽ. ആ ചായക്കടയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? ഞാനും കമലിനും കൂടി ഗോവർദ്ധന്റെ വീട്ടിലെ കിണർ പണി കേട്ടു. തമ്പുരാനെ, ഇവനെ പോലെയുള്ളവൻ പണിയെടുക്കാൻ തുടങ്ങിയാൽ ഈ നാട് നന്നാവും. ഞാൻ തന്നെ തീരുമാനിച്ചില്ല. എനിക്കെന്ത് പണിയാനാ? പറ്റുകുട്ടി കഴിയല്ല. എന്റെ പറ്റത്ത് ഇത്ര കട്ടയും പറയുമ്പോൾ നിന്റെ പോക്കറ്റ് കാശുണ്ട്. ഇതെന്താ പറഞ്ഞു? നിന്നെ പോലെയുള്ള അലടാദികൾ പറ്റാറല്ലേ ഉള്ളൂ. ആ പറ്റ തീർക്കാതില്ലല്ലോ. അല്ല പറയുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ കടയിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്താ? അതിനെന്താ സംശയം? ഈ കടയിലെ ഉണ്ടംപൊരി. ഇവിടത്തെ ഉണ്ടംപൊരി കേട്ടിരുന്നാലേ രണ്ടുണ്ട് കാര്യം നാട്ടുകാർ പറയുന്നു. ഈസേ നിൽക്കാം, വയറ് നടക്കാം. പക്ഷേ ഞാൻ ചോദിച്ചത് ഈ കടയിലെ ഏറ്റവും ബെസ്റ്റ് സാധനം വേറൊരു സാധനം ഞാൻ പറയട്ടെ. ആകാണ് ഈ പറ്റുക. ഈ പറ്റുകിലേക്ക് നോക്കുമ്പോ പരിധിയുടെ തോന്നാറില്ലേ ഈ നാട്ടിലുള്ള ഒരു മുഴുവൻ പരിധിയുടെ പറ്റുകാരാണ്? അത് തോന്നലല്ല, അത് സത്യമാണ്. അതാണ് എന്നെ തല ദോഷം കൊടുത്താലും ആരും രക്ഷണം കിട്ടത്തില്ല. എന്റെ കാര്യം ദൈവന്മാരുടെയൊക്കെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കല്ലേ. വെളിക്കിറങ്ങാനുള്ള സ്ട്രോങ് ടീമില്ല പിടിക്കാനുള്ളതാണ് കേട്ടോ. എടുത്തിരിക്കുന്നു. എന്നാലും മനോഹര, നീ എന്നോട് ക്ഷമി. രാവിലെ കടന്നു കരുതിയ ഞാനിപ്പം കടുപ്പത്തിനോട് എന്നാലും കാശ് കയ്യിൽ വെച്ചുകൊണ്ട് നീ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നല്ലോ. നീ വലിയവനാണ്, നീ വലിയവനാ. എന്തോന്നു? ഞാൻ ഈ വലിയവനാണെന്ന കാര്യം ചേട്ടാ, പാല് എന്ന് പറയുന്ന കടുപ്പം ഇതിനുള്ളിലുള്ള സാധനത്തിനാണ്. ഈ മെമ്പർ ചന്ദ്രൻ ഒന്നിനും മാറി തരണ്ടാവില്ല. ഒരു തരി വെള്ളം കാണില്ല, ഒരു പാല. എന്റെ മെമ്പറെ, ആ മനക്കത്തോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് തെങ്ങുപടി മുപ്പത്താലും പാലമില്ലാത്തോടൊന്ന് നോക്കണം. ഇന്നലെ ഇവിടുന്ന് ചായ കുടിച്ച് ഒരുത്തിന്റെ അണ്ണാക്കി നമ്മൾ മീനെ പിടിച്ചത്. ഇതെന്താ പടം? ഇതാ കൊലക്കൂട. ഇത് എന്നും വരും ഈ ചോദ്യം. നീ ഒരു പഴം കാശോട് വാങ്ങിച്ച് കഴിക്കാൻ പോകും. എനിക്ക് ഈ പടം നിന്നാ കുടിച്ച്
ഇത് പഴ ഏത് ടൈപ്പ് കുടിച്ചു ആണെന്ന് ആ ടൈപ്പ് തന്നെയാണ്. എനിക്കൊന്നും അറിയണം. ഒരെണ്ണത്തിൽ പിടിച്ചതാ, രണ്ടെണ്ണം തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിപ്പിക്കാൻ നീ ഞാൻ വെള്ളം സത്യന നീ 3 പഴം പിടിക്കുന്നത് ഞാൻ കണ്ടതാ. മുമ്പ് 3 നീച്ചിക്കോളെ നീ വലിയവനാടാ. ആ മെമ്പറെ വേണ്ട വേണ്ട, ഇതൊക്കെ ഇനി നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കണ്ട. മനോഹര ചായ മെമ്പർക്ക് ചായ വേണം. അല്ല ഞാനൊന്ന് ആലോചിച്ചോ, ഇതുവരെ ഒഴിച്ചിട്ടില്ല. എനിക്കൊരു ചായ പറ്റല്ലേ? മെമ്പർ നീച്ചിക്കോളെ എന്നാ പിന്നെ രണ്ടു കുടുംബം അവിടെ പോയി ആയാലോ മെമ്പർ. എനിക്ക് ഈ സമയത്ത് പതിവില്ല. ഞാൻ ജനപ്രതിനിധിയായി വോട്ടർമാരുടെ അർത്ഥം നിർബന്ധിക്കുമ്പോ മെമ്പർ നീച്ചിക്കോളെ മനോഹരോ, നീ വിചാരിച്ചാൽ വെറും തെളിയല്ല, മെമ്പറെ വേണ്ട വേണ്ട. അങ്ങനെ തന്നെ എന്റെ മനസ്സിലിരിക്കും. എന്റെ മെമ്പറെ ആ പഴയ ഡെസ്കിൽ മാറ്റി. അത് പഴയ ഡെസ്കാ. അത് എന്താ മെമ്പറായ പിന്നെ ഞാൻ ഇരിക്കുമ്പോ വളരെ കിടക്കും. അതെങ്ങനെയാ? വെളുപ്പാൻ കാലത്ത് 3 ഏത്തപ്പഴം, 2 കുറ്റി പുട്ട്, പപ്പടവും കേൾക്കാനിരിക്കുന്ന ഇവന്റെ ചങ്കുറ്റം ഇവന്റെ വയറിനില്ല. നിങ്ങളുടെ മെമ്പറല്ലേ ആവശ്യത്തിന് കൊടുക്കുന്നേ. ഇത്ര ആളെ തരുന്നുണ്ട്. മെമ്പറെ മെമ്പറൊരു കുഞ്ഞില്ല മനോഹര. അതെനിക്ക് വർത്താനം പറഞ്ഞിട്ടാ. അതല്ലടാ, പോക്കറ്റ് കിടക്കുന്ന കാശ് ചാടിപ്പോകും. അതുകൊണ്ട് പറഞ്ഞോ അത്രേ ഉള്ളൂ. എന്ത് പറ്റിയടാ? കമല, വാസുദേവൻ, tell me. രാവിലെ കടയിട്ട് വന്നുകൊണ്ട് പണ്ടാലും പ്രാവ് തോന്നാം. വീണ്ടും വായെന്ന് പറയുമ്പോൾ നോക്കി ആടുന്നു. മറ്റെഴുതാനായിരിക്കും രാവിലെ ഉടായ്പാട്ട് അറിയിരിക്കും. അതേ മെമ്പറെ വേണ്ട വേണ്ട. ഞാൻ മനോഹർദാദ, ഇവൻ കമൽദാദ, ഇവൻ എന്റെ ചങ്ക. എന്റെ വയറെ ചോള ഇവൻ എന്തോ കണ്ട് പേടിച്ചപ്പോൾ കാണുന്നു. കമല, നീ ഒരു കോഫി ടീ. അത് കുടിച്ച് പരവശം മാറിയിട്ട് അവൻ എന്ത് കണ്ടാ ഭയന്നെന്ന് നമ്മളോട് പറയും. ഇതിന്റെ കാശ് ഓണത്തിന്റെ ഇടയ്ക്ക് മെമ്പർ ഒരു കുറ്റകൃത്യത്തില് എന്നെ ചെറുക്കന്റെ നെറ്റി പറഞ്ഞിരിക്കുക. അപ്പഴാ എനിക്ക് തീർച്ചയൊന്നുമില്ല. നീ രാവിലെ വെച്ച പഴം നീ വൈകിട്ടത് അതിന് നീ നടക്കണ്ടെന്ന് വിചാരിച്ച ആ പുസ്തകം ചെന്നത് ഞാൻ ഉറച്ചോളൂ. അല്ല, നമ്മളൊക്കെ ദാതന്മാരായത് ചങ്കുറ്റം കൊണ്ടാണ്. പറയേ, നിന്നെ ഭയപ്പെടുത്തിയ എന്ത് കാഴ്ചയാടാ നീ കണ്ടത്? നമ്മുടെ പള്ളിയുടെ പണ്ടത് ആരോ കുത്തി. എന്റെ വാർഡിൽ മറ്റൊരു കടന്നു അപമാനിക്കപ്പെട്ടല്ലോ മുത്തപ്പ. കുട്ടി 4 കുട്ടി ആയിക്കോട്ടെ. ഒരു മുട്ട വയറങ്ങ് ആദ്യം പോയി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് സാധാരണ പറയുന്ന പോലെയുള്ള വെള്ളമൊന്നും അല്ലല്ലോ. ഇന്നലെ അടിച്ച ചാരായത്തിന്റെ കെട്ട് ഇപ്പോഴും എന്റെ തലയിലുണ്ട്. അത് ഇല്ലാത്തപ്പോഴല്ലേ ഞാൻ തന്നു പറയാമോ? ഇത് ഉള്ളതാന്നേ. ബലരാമൻ സാറേ, എന്താ പണ്ടേ പണ്ടാന് മോഷണം പോയി. ഈ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു മോഷണവും നടക്കില്ല. അതല്ല സാർ ഇന്നലെ ജീവികളെ ഉണ്ടായി. ഇന്നലെ ഒരു മോശം നടന്നേ. എല്ലാ കള്ളന്മാരുടെ ദിവസത്തിനും പൊക്കുന്നുണ്ട്.
എത്ര രൂപയാണ് കമല പള്ളിയുടെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം പോയത്? 439 പൈസ. എനിക്ക് മനസ്സിലായി. ഇൻഫർമേഷൻ, കൃത്യമായ വിവരങ്ങൾ, അതാണ് ഒരു അന്വേഷണത്തിന്റെ ശക്തി. ഏറ്റുമാനൂർ വിഗ്രഹം പോസ്റ്റ് തെളിയിച്ചത് ആരാ? പോയിട്ടല്ല, അതെനിക്ക് ഇഷ്ടമല്ല. എത്ര രൂപ? 439 പൈസ. കർത്താവിന്റെ കാശ എടുത്തോൻ പാമ്പ് കടിച്ചു ചാവും. ഇല്ല, ഈ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവനൊരു പാമ്പിന് വിട്ടുകൊടുക്കില്ല. സാറ് പഠിക്കുന്നത് പാമ്പ് പഠിക്കുന്നത് സെയിമാ. വിഷമല്ലേ കേരള? നോക്കി ആരൊക്കെ വരുന്നത് നോക്കി. ഇനി കളി മാറും മക്കളെ, കളി മാറും. ഞാനൊന്ന് വെളിക്കിറങ്ങിയിട്ട് വരാം. അയ്യോ, ഞാൻ വെളിയിലേക്ക് പോയിട്ട് വരാം. ചായ കുടിച്ചോ? ഇവരെ കുറിച്ചിട്ടില്ല. പ്രശ്നമൊന്നുമില്ല, ധൈര്യം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ആ ഓശാനൊന്നും വേണ്ട. നീ എന്റെ ഓട് മേഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ വാങ്ങിയിരുന്നത് അതെവിടെടാ? അതെ, മനോഹരൻ ഓടി കേട്ടി തരാന്ന് പറഞ്ഞു. കേട്ടി തന്നെ അതൊന്നും മാറിക്കോട്ടെ. അത് എന്നെ കഷ്ടത്തിലെ മോളിലേക്ക് ഇവന്റെ കക്ഷത്തിലെ കുരു നമുക്ക് ഓപ്പറേഷൻ ചെയ്യണോടാ. ആ വാട്ടത്തിൽ ഞാൻ അതെ വേണ്ട, ഇന്ന് തന്നെ ഞങ്ങൾ മുഴുവൻ പേര് തന്നേക്കാതെ. എടാ, പണിയെടുത്ത് ജീവിക്കും. ഈ നാട്ടുകാരെ പറ്റിച്ചുള്ള വിജയമില്ല, അത് അവസാനിപ്പിച്ചു. ഇന്നാരും എവിടെയും പോകുന്നില്ല. അതല്ല തന്റെ വീട്ടിലൊരു പരിപാടി. പള്ളിയിലെ ഭണ്ഡാരം മോഷണം പോയി. സാറാണല്ലോ ഈ നാട്ടിൽ ഒരേ ഒരു പോലീസ്. ആണോ? അല്ലേ? എനിക്ക് ആ മോഷണത്തിൽ തുമ്പുണ്ടാക്കണം. എല്ലാവരും ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഇന്നാരും എവിടെയും പോകുന്നില്ല. ഇവിടെ ആരും അത്ര തോന്നിവാസം കാണിക്കില്ല. കാരണം ഇത് ഞങ്ങളുടെ മുത്തപ്പന്റെ പണം. ഈ നാട്ടുകാരും ആകും. ഈ പറഞ്ഞത് സത്യമാണ്. ഈ നാട്ടിലെ അമ്പലവും പള്ളിയും ഞങ്ങൾ നാട്ടുകാർക്ക് വലിയ വിശ്വാസമാണ്. പുറത്തുനിന്ന് ഈ പട്ടിക്കാട്ടിൽ വന്ന് ആര് മോഷിക്കണം? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയെ കണ്ടുവരുമ്പോ എവിടെ നിന്ന് ആരെ കണ്ടുവന്നു? അല്ല, തിരുവാങ്കുളത്തുനിന്ന് എന്റെ ഭാര്യയെ കണ്ടുവരുമ്പോ ശരി. ആ, നീ ഭാര്യ കിടന്നപ്പോ സത്യം പറയണ ചെറിയൊരു ഓർമ്മപ്പശ ക്ഷമിക്കുക. ഒരു 12-12:30 1 മണി ആയി കാണും. പള്ളിയുടെ മുൻവശം വന്നപ്പോൾ ഒരു രൂപം 8 അടി പൊക്കം, 8 വേണ്ട, കുറച്ചും കൂടി താത്താൻ അത് 6 അടി പൊക്കം, കഴുത്തിൽ നിന്നും മുട്ടറ്റം വരെ ചൂന്നാങ്കി, ഒരു കൂർമ്മ തൊപ്പി, ഒരു 5-5.5 അടി പൊക്കത്തിൽ അവൻ നിൽക്കുക. ഇന്റർനാഷണൽ കള്ളന്മാർ അങ്ങനെ. സംഭവം പന്തികേടാണെന്ന് തോന്നിയതും ഞാനൊരു ചോദ്യം, ആരാണ് അത്? കേട്ടിട്ട് അവനൊരു കുലുക്കവുമില്ല. ഇന്റർനാഷണൽ കള്ളന്മാർ അങ്ങനെയാണ്. ചോദിക്കേണ്ട പോലെ ചോദിക്കണം. ഈ ഞാനെങ്ങാനും ആയിരിക്കണം. നിങ്ങളുടെ തവാടക്ക് കഴിഞ്ഞോണ്ടേ ഞങ്ങൾ പട്ടികയ്ക്ക് വിളിക്കുന്നുണ്ട്. ചോദ്യം കേട്ടതും ഉടുക്കു കൊട്ടുമ്പോലൊരു ശബ്ദം. അവനോട് ഉടുക്കണ്ട. എടാ മുടുക്കും കെടുക്കുന്നല്ല, പേടിച്ചിട്ട് ഇതിന്റെ മുട്ടടിക്കുന്ന ശബ്ദം. പേടിച്ചിട്ടല്ല, ദേഷ്യം കൊണ്ട് മനസ്സിലാ. സത്യം പറഞ്ഞടാ, പേടിച്ചിട്ട് മുട്ടുകാരെ കൂട്ടിയിടിക്കുമെന്ന് എനിക്ക് അമ്മ വരെ അറിയില്ലായിരുന്നു. സത്യം. ധൈര്യം വേണം ആണുങ്ങളായ. ധൈര്യം സന്ധ്യ കഴിഞ്ഞ ഭാര്യ മക്കളും കൂട്ടുന്നില്ലെങ്കിൽ പുറത്തേക്കിറങ്ങില്ലാത്ത ധൈര്യത്തിന്റെ കണക്കുറണ്.
അതെനിക്ക് അക്രോണമിസ്റ്റിനുള്ളതുകൊണ്ടോ? സംശയമുണ്ട്, നമ്മുടെ വേലാകൻ ചേട്ടൻ കഴിയുന്നില്ല ഭീഷണി. നീ ചുമ്മാ അപരാധം പറയരുത്. വേലായുധൻ ചേട്ടന്റെ ഭാര്യ എനിക്കെന്റെ പെങ്ങളെ പോലെ. നീ ചുമ്മാ എന്റെ ധൈര്യം എടുക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ മുളന്തുരുത്തി റെയിൽവേ ഗേറ്റിൽ ട്രെയിൻ ഇടിച്ച് മരിച്ചൊരു പയ്യന്റെ ഡെഡ് ബോഡിക്ക് രാത്രി മൊത്തം കാവലിരുന്നതേ ഞാൻ. അത് ശരിയാ. ആ പയ്യന്റെ കൊടുത്ത് ചായ കുടിച്ചിട്ട് പോയതാ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കേൾക്കുന്നു അവൻ ട്രെയിൻ തല വെച്ചെന്ന്. അവൻ മറിയത്തിന്റെ ചായ കിടന്ന് ചായ കുടിച്ചിട്ടാണ് പോയത്. ഒരു സൂക്ഷ്മം 10 മിനിറ്റ് ഇവിടുന്ന് നടന്നെത്താവുന്ന ദൂരം. അപ്പൊ വെറുതെ എല്ലാ ചെറുക്കൻ ആത്മഹത്യ ചെയ്തു. ഒന്നല്ലെങ്കിൽ ഞാൻ കണ്ട ഭീകര സംഭവം ഒന്ന് പറയാനാണ് ഒന്നും പറയണ്ട. സാറിന് കടലെ കുറിച്ച് ഒരു ചിത്രം കിട്ടും. എന്ത്? നീ കണ്ട ഭീകര രൂപം ആ പള്ളിമുറ്റത്ത് 8 അടി പൊക്കത്തിൽ നിൽക്കണം. കൂടം തൊപ്പിയായിട്ട് അങ്ങ് തോട് മുതൽ മുട്ട വരെ ചുമന്നാങ്കി 5 അടി പൊക്കത്തിൽ നിൽക്കണ രൂപം. ചാടോ അങ്ങനെ തള്ളിക്കളയണ്ട. രാത്രിയിൽ ഇറങ്ങി നടത്തുന്ന തെണ്ടനെ പറ്റി കേട്ടിട്ടില്ലേ? ഇതൊക്കെ തെണ്ടനായിരിക്കും. എന്റെ പൊന്നു മതിയുടെ തെണ്ടനും കിണ്ടനും ഒന്നും അല്ല. ഇവൻ കണ്ടതെന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് പുള്ളേര് വെച്ച പപ്പായ. കേട്ടില്ല. എനിക്ക് തോന്നി ഈ പുല്ല് കണ്ടിട്ടാണ് ഞാൻ 3 ദിവസം പനിച്ചു കിടന്നത്. വഴി കാണുന്നവരെല്ലാം ഓടിച്ചിട്ട് വെട്ടി വീഴ്ത്തുക. എന്റെ കർത്താവേ, ചതിച്ചോ? ഇവൻ പണി രക്ഷപ്പെടും, ഞാൻ ഓടി രക്ഷപ്പെടും കേട്ടോ. പോത്തിനഴിച്ചിട്ടവൻ ആരായാലും അവനെ ഞാൻ കൂട്ടും. മറിച്ചിട്ട് താഴെട്ട് ഞാൻ കൂട്ടും. ജനങ്ങളെ ഈ സത്യം മറക്കണ്ട. എന്താണ്? ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ അലഞ്ഞിരി തിരിഞ്ഞു നടന്ന കാളയെ പിടിച്ച് PVC പൈപ്പ് വളച്ച് പോത്തിന്റെ കൊമ്പുണ്ടാക്കി കറുത്ത പെയിന്റ് അടിച്ച് നമ്മൾ പോത്താക്കി മാറ്റിയതാ. ഇത് നാട്ടുകാരെങ്ങാനും അറിഞ്ഞ എന്റെ പൊന്നു വർക്കി, ആരും അറിയരുത്. അറിയരുത്. തോമാച്ചായന്റെ 40-ന് പോത്തിറച്ചിയില്ലാന്ന് അറിഞ്ഞ തോമാച്ചായ കുഴിമാടത്തിൽ നിന്ന് നമ്മളെ തട്ടുപോയി. അതിനേക്കാളും വലിയ സംഭവം ഒരാഴ്ചയായിട്ട് വയറും കഴിയും വന്നിരിക്കുക നമ്മുടെ നാട്ടുകാരി.
എന്നാലും ആ പോത്തിനെ അഴിച്ചുവിട്ട് നമ്മളെ ചതിക്കാൻ ശ്രമിച്ചത് ആരായാലും അതെനിക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടില്ല. അത് നിന്നോട് വൈരാഗ്യമുള്ള എന്ത് അല്ല, നിന്നോട് എന്നോട് വൈരാഗ്യമുള്ള ഏതോ ഒരു നാരയാണ്. എന്താണ് രണ്ടും കൂടെ കിളിക്കുന്നത്? ഇനി നിങ്ങളെങ്ങാനാണോടാ എന്റെ പോത്തിനെ അഴിച്ചുവിട്ടത്? വീട്ടില് വെട്ടാറായ കാണാൻ കിട്ടും, അതിനകത്ത് പോത്താക്കി തരാമോ? ഇന്നില്ലെങ്കിലും നമ്മൾ ചെയ്ത കലാവിരുദ്ധിനുള്ള ഒരു അംഗീകാരമല്ലടാ അവര് പറഞ്ഞത്. നീ വന്നേ രണ്ടും അടിക്കാം. ആ, രണ്ടെണ്ണം അടിച്ചിട്ട് ഷാപ്പിലിരിക്കുമ്പോ തലയ്ക്കൊരു വെളു വീഴും. അപ്പൊ നമുക്ക് ആലോചിക്കാം. തലയ്ക്ക് വെളു വീണിട്ട് ഞങ്ങളൊരു വരക്കോട് വരും. സത്യം മണിമണിമായി പറഞ്ഞോളണം. എന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം വീണിട്ട് ഏത്തമിട്ടോളണം. ഇല്ലെങ്കിൽ നാളെ ഈ ഗ്രാമത്തിന് കൂട്ടശാപമടക്ക് നടക്കും. കേട്ടല്ലോ, നിങ്ങളെ രണ്ടെണ്ണത്തിന് മെമ്പറെ മാറിയതൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. 10 മിനിറ്റ് സമയം. 10 മിനിറ്റിനുള്ളിൽ എന്റെ മുന്നിൽ വന്ന് സത്യമായിട്ട് പറഞ്ഞാൽ ജീവനോട് രക്ഷപ്പെടാം. ഞങ്ങള് ഷാപ്പിലുണ്ടാവും. രാഘവ പറഞ്ഞത് കേട്ടല്ലോ. ഇതാണ് രാഘവന്റെ പ്രബന്ധം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങ് സമ്മതിച്ചേക്കില്ല. എന്റെ മെമ്പറെ ഒരു വക രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനം പറയാതെ ഇപ്പൊ ബലരാമസാറെ ഈ കേസിന് തുമ്മുണ്ടാക്കിയിരിക്കും. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ തൊപ്പിയും കളസൂരും. നന്മകൾ നടമാടുന്ന നമ്മുടെ നാടിനെ ഞെട്ടിച്ച 2 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ട്. 1 പള്ളിയിലെ ഭണ്ണാര മോഷണവും, 2 പോത്തിനെ അഴിച്ചുവിട്ട സംഭവം. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. ഇത് രണ്ടും നിങ്ങൾ ആരെങ്കിലും കേൾക്കണം. പറഞ്ഞതിലും കാര്യമുണ്ട്. കമല, മനോഹര, നിങ്ങളാണ് ഈ നാടിന്റെ ഏതൊരു പ്രതീക്ഷ. പള്ളിയിലെ ഭണ്ണാര മോഷണം നീ എങ്ങനെ പോത്തിനെ അഴിച്ചുവിട്ട സംഭവം അത് മെമ്പറുടെ കെട്ടിലായിക്കോട്ടെ. വല്ല സിംഹം പുലിയായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ഏറ്റേനെ. ഇത് ഞാനൊരു മെമ്പറായി പോയി ഈ പോത്ത് പോലത്തെ ഒരു ചീട് കേസ്. ആരും ഒന്ന് കേൾക്കണ്ട, എല്ലാ സത്യവും ഞാൻ പറയാം. കണ്ടോ കണ്ടോ, എന്റെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇവനറിയാം. മണി പോലെ സത്യം പറയണ. പറയുന്നേട്ടാ, പള്ളിയിലെ ഭണ്ഡാരത്തിൽ നിന്ന് എത്ര രൂപ മോഷണം പോയത്? അത് നേരത്തെ പറഞ്ഞതല്ലേ? ആണല്ലോ. എല്ലാം സാറേ ഒന്നും കൂടെ വന്നേ. ആ, ഒന്നിങ്ങോട്ട് വാ സാറേ. പറയുന്നേട്ടാ, നമ്മൾ സാറിന്റെ പോക്കലിൽ നോക്കി. എന്റെ പോകൽ അത് വേണോ? ആ, നോക്ക് പറയുന്നേട്ടാ. മെമ്പറെ, സാക്ഷിയാൻ റെഡിയായിരിക്കും കേട്ടോ. ഒരു കൊതി. ഞാൻ അഴിച്ച പറയുന്നേട്ടാ. ഞാൻ എണ്ണിക്ക്. ₹439.50. എടാ കള്ളം പോലീസേ, കർത്താവാണ് സത്യം. ഇതെന്റെ അല്ല. എന്റെ തൊപ്പി തെറിപ്പിക്കരുത്. ഈ സാധനം ഞാൻ പണ്ടാരത്തിൽ കൊണ്ടിട്ടേക്കാം. അതുകൊണ്ട് നേരില്ലല്ലോ. പിന്നെ കുഞ്ഞു പറയുന്ന കേട്ട കടയ ഞങ്ങളുടെ 2 പേരും പാട്ട് അപ്പൊ ആർക്കുള്ള സംഭാവന
തന്നേക്കാം. അപ്പൊ എല്ലാം സോൾവ് ആയി. എന്നാ പറ്റൂ, പള്ളിയും കൊണ്ടേ പൈസ തിരികെ ഇട്ടിട്ട് സമസ്ത അപരാധം പറഞ്ഞിട്ട് പോയിക്കോ. നടക്ക് പോലീസേ. മെമ്പറും വാ. എന്നാലും എന്നെ കമല, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. നീയല്ലടാ ഈ തെറ്റ് പറ്റിപ്പോയി മനോഹര. പക്ഷേ അത് ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഞാനത് തിരുത്തുകയും ചെയ്തു. എന്നാലും എങ്ങടാ നീ ഇത് എങ്ങനെ സാധിച്ചു? ആ പണം എങ്ങനെയാ പോലീസുകാരന്റെ പോക്കറ്റിലെത്തിച്ചത്? അതിന് ആ കെട്ടഴിഞ്ഞ പോത്തിനോട് അല്ല, കാളയോട് നന്ദി പറയണം. അതിനെ അന്വേഷിച്ച് നടക്കുന്ന തിരക്കിലായിരുന്നല്ലായിരുന്നു. ആ സമയത്ത് ഞാനത് പോലീസുകാരുടെ പോക്കറ്റിലിട്ടു. എന്താ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നം അതുകൊണ്ട് തീർന്നില്ലല്ലോ. ആ പോത്തിനെ കെട്ടഴിച്ചു വിട്ടവനെ ഇനി പിടി. അത് നമ്മുടെ വർക്കിച്ചെണ്ണ. എന്താ നീ പറയുന്നത്? ആ, രാഘവേട്ടൻ ചാരായം മേടിച്ചു കൊടുക്കാത്തതിന്റെ വാശിയില് അങ്ങനെ പണതാ. കമല പോയടാ, പോയി. ആര്? പോലീസ് മുങ്ങിയോ? നമ്മൾ രാഘവേട്ടൻ ട്രാഫിൽ ചാരാടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആള് വീഴുന്നു. അറിഞ്ഞാ പിന്നെ നിനക്ക് ഒരിക്കലും ശാന്തി കിട്ടുന്നില്ലടാ. ഇല്ല, അതെനിക്ക് അറിയണം. ഒരിടത്തേക്ക് ഞാൻ പോവില്ല. നമുക്ക് തിരിച്ചു പോവാം. ആ മരിച്ചവരുടെ ലോകത്തേക്ക് നമുക്ക് തിരിച്ചു പോവാടാ. ഇല്ല വർക്കി, അതറിയാതെ ഞാൻ ഒരിടത്തേക്കുമില്ല. എങ്കിൽ ഒരു 10 മിനിറ്റ് നീ ഇവിടെ നിൽക്കും. ഞാനിപ്പോ വരാം. ഇപ്പോ എന്റെ വർക്കിയെ കണ്ടോ? ഷാപ്പിനെ വർക്കില്ലാതെ എന്റെ ആട്ടോ അമ്മ എന്റെ വർക്കി എങ്ങനെ കണ്ടോ? വർക്കി 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 എടാ ഒന്നും വിളിക്കടാ. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയാ നിങ്ങളുടെ നാട്ടുകാരല്ലേ വരുന്നത്?
അത് നമ്മുടെ രാഘവനാണല്ലോ. ഇങ്ങോട്ട് കയറണ്ട. നിങ്ങൾ രണ്ടാളായിട്ടല്ല പോയത്, ഒരാളായിട്ട് തിരിച്ചു വരണ്ട. രണ്ടാളുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അങ്ങനെ ഒരു വലിയ രഹസ്യം തേടി സ്പെഷ്യൽ പരോളിന് വന്ന രാഘവൻ തൻ്റെ ചങ്കായ വർക്കി തന്നെയാണ് തന്നെ ചതിച്ചതെന്നറിയാതെ വർക്കിയെ അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും തൻ്റെ ചങ്കായ രാഘവന്റെ സൗഹൃദം നഷ്ടമാകുമല്ലോ എന്ന പേടിയിൽ ആ രഹസ്യം വർക്കിയും രാഘവനോട് പറഞ്ഞില്ല. അങ്ങനെ വർക്കിയും തിരിച്ചു പോകാനാകാതെ, രാഘവന് നേരിട്ടിനി മുഖാമുഖം കാണാനാകാതെ ഇവിടെ എവിടെയോ തങ്ങി. പരലോകത്തേക്ക് തിരിച്ച് പ്രവേശനം ലഭിക്കാതെ രാഘവനും വർക്കിയും ഇപ്പോഴും നമുക്കിടയിൽ എവിടെയോ ഉണ്ട്. വീണ്ടും കുരുത്തക്കേടുകളും കുസൃതികളും ഒപ്പിക്കാനായി. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത. ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. നാടകത്തിൻ്റെ എഴുത്തും കുത്തും ശ്രീകുമാർ മാരാത്ത്. രംഗത്തേക്ക് ആവശ്യമായ വെളിച്ചമടിച്ചത് രാജേഷ് മേലേടത്ത്. ശബ്ദകോലാഹലം ശ്രീഭദ്ര മ്യൂസിക് പ്രൊഡക്ഷൻ ചോറ്റാനിക്കര. ശബ്ദകോലാഹല നിയന്ത്രണം മനോജ് മായാണി. രംഗമൊരുക്കുകയും മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നവർ അജയൻ കണയന്നൂർ, രാകേഷ് കണയന്നൂർ. നാട്ടുകാരെ കാര്യമറിയിച്ചത് റെജി അബിയാസ്. അമിതാഭിനയം കാഴ്ചവെച്ചവർ സർവശ്രീ ചന്ദ്രബാബു, ബിനോയ് കെ മാർട്ട്, പൗലോസ് മറ്റത്തിൽ, റെജി പാണക്കാട്ട്, റെജി അബിയാസ്, ബേസിൽ പെരുമ്പള്ളി ഫിനാൻസ്, ബിജു കുളു. ഒട്ടും ശ്രീയില്ലാത്ത ശ്രീ സുധീർ കുമാർ പി കെ. കാശ് മുടക്കിയവർ കണയന്നൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മുടിഞ്ഞ സംവിധാനം സുധീർ കുമാർ പി കെ. കഴിഞ്ഞ 2-3 മാസം കൊണ്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്ത 2 മഹത് വ്യക്തികൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അവർ സുപരിചിതരായിരിക്കും, എങ്കിലും ഞങ്ങൾ അവരെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. അത് ആദ്യമായി ഇതിൻ്റെ നേരത്തെ പറഞ്ഞ എഴുത്തും കുത്തും നടത്തിയിട്ടുള്ള മിസ്റ്റർ ശ്രീകുമാർ മാരാത്ത്. അദ്ദേഹത്തെ ഒരു ചെറിയ പൊന്നാട എണീച്ച് ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ. നാടകാഭിനയം എന്തെന്ന് പോലും അറിയാതെ, ഇതിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഞങ്ങളെ ഇതുപോലെ ഒരു തട്ടിലേറ്റുവാൻ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, നിങ്ങളുടെ ഏവരുടെയും സുധീർ കുമാർ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അദ്ദേഹം നാടകത്തിൽ നമ്മുടെ എരിവേലിയിൽ വലിയൊരു ആചാര്യൻ തന്നെയാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാടകം എന്താണെന്ന് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇതുവരെ തട്ടിൽ കയറാത്ത പല വ്യക്തികളുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, അടുത്തായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ നാടകം രചന ചെയ്തിട്ടുള്ള ശ്രീകുമാർ മാരാത്തിന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് നൽകുന്നതിനായി, പാണക്കാട് ഫർണിച്ചറിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് നൽകുന്നതിനായി ശ്രീകുമാർ മാരാത്തിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് പാണക്കാട് ഗിഫ്റ്റ് ഹൗസിൻ്റെ. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ നാടകത്തിൽ റെക്കോർഡിങ്ങിനിടയിൽ ഒരു ചെറിയ പിശക് സംഭവിച്ചിട്ടുണ്ട്. അതാർക്കും മനസ്സിലാവില്ല, അതിൽ അഭിനയിച്ച ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ആ തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കിയത് ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെയേറെ മനസ്ഥിതിയുള്ള ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത്,
എൻ്റെ പേര് ചേർക്കേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആവശ്യം നാടകമാണ്, അഭിനയമാണ്, അതെൻ്റെ ചേട്ടൻ പഠിപ്പിച്ചല്ലോ, അത് മതി, എനിക്കത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കയ്യിൽ ചേർക്കാൻ പറ്റാതെ പോയി. കാരണം ഒത്തിരി രാത്രി 2 മണിയായപ്പോഴാണ് റെക്കോർഡിങ് തീർന്നത്. ഒരു വലിയ ക്ഷമാപണത്തോടുകൂടി തന്നെ നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സന്തോഷ് നമുക്കിവിടെ 2 വീലർ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന സന്തോഷം എനിക്കറിയാം. സന്തോഷം ദയവ് ചെയ്ത് വേദിയിലേക്ക് ഒന്ന് കടന്നു വരും. നല്ലൊരു കൈയ്യടി കൊടുക്കണം. സ്വന്തം പേര് പോലും വരണ്ടെന്ന് പറഞ്ഞ് ഈ നാടകത്തിൽ അഭിനയിച്ചാണ്. സന്തോഷം, നിങ്ങളുടെ സന്തോഷം കൈകടിയിലൂടെ തന്നതിൽ വളരെ സന്തോഷം. ശ്രീകുമാർ പ്ലീസ്. നമ്മുടെ പാണക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ ചെറിയൊരു ഉപഹാരം നൽകുന്നതിനായി ശ്രീകുമാരനെ ക്ഷണിക്കുന്നു. അദ്ദേഹം നൽകുന്നതിനായി പാണക്കാട് ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-ആയിട്ടുള്ള ശ്രീ റെജി അഭ്യാസിനെയും റെജി പാണക്കാടിനെയും ക്ഷണിക്കുന്നു. അതുപോലെ സുധീർ കുമാർ, അദ്ദേഹത്തിനും ചെറിയൊരു ഗിഫ്റ്റുണ്ട് പാണക്കാടിൻ്റെ. അപ്പോൾ ഇത് സ്വീകരിക്കേണ്ടതാണ്. വേറെ രണ്ടും വേറെയാണ്. അടുത്തതായിട്ട് ഈ ഗിഫ്റ്റ് സ്വീകരിക്കുന്നതിനായിട്ട് സുധീർ കുമാറിനെയും നൽകുന്നതിനായിട്ട് പാണക്കാട് ഗിഫ്റ്റ് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-ആയിട്ടുള്ള ശ്രീ റെജി പാണക്കാട് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കറുപ്പും വെള്ളയൊക്കെ അടിപൊളിയായിട്ടുണ്ട്.